Dear students, today I want to discuss the physics previous year questions of Kerala Engineering. ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മിനിമം 3 ക്വസ്റ്റ്യൻസ് വി ക്യാൻ വെയിറ്റ്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ്സ്, ഡയമെൻഷൻ ആൻഡ് എറേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Look, if epsilon 0 and mu 0 are respectively the electrical permittivity and magnetic permeability of vacuum, the dimensional formula for 1 by root mu 0 epsilon 0 is. നമുക്ക് ഈ ക്വസ്റ്റിനെ രണ്ട് രൂപത്തിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നാമത്തേത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ നമുക്ക് കൃത്യതയോടെ പഠിച്ചിട്ടുണ്ട്. The velocity of electromagnetic waves purely depends upon the electric and the magnetic properties of the medium through the relation like this one. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 by റൂട്ട് മ്യൂ 0 എപ്സിലോൺ 0യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും, L(t⁻⁻1) or we can say m⁻⁻0 L(t⁻⁻1). So D is the answer. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ മൂവ് വിത്ത് ദ അനദർ മെത്തേഡ്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മ്യൂ 0യുടെയും എപ്സിലോൺ 0യുടെയും നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം. മ്യൂ 0 കണ്ടുപിടിക്കാൻ വേണ്ടി സോളിനോയിഡിൻ്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിലേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. B = mu 0 Ni, number of turns per unit length into I. ബിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഈസിയോടെ ഫോഴ്സ് എന്ന് പറയുന്നത് ILB എന്ന് പറയുന്ന റിലേഷൻ ഓർത്തിരിക്കുക. അതേപോലെ എപ്സിലോൺ 0 കണ്ടുപിടിക്കുവാൻ വേണ്ടി നമ്മുടെ കൂളംസ് ലോ യൂസ് ചെയ്താൽ 1 by the force between the two charges as 1 by 4 pi epsilon 0, the charge square division by r square. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡയമെൻഷൻസിനെ കണ്ടുപിടിച്ചാൽ നമ്മുടെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n⁻⁻1 L⁻⁻3 T⁻⁴ A⁻². അതേപോലെ നമ്മൾ മ്യൂ 0 കണ്ടുപിടിക്കുകയാണെങ്കിൽ we get the value as m L(t⁻⁻2) A⁻². So at first we can just find the value of mu 0 epsilon 0, m into m⁻⁻1, L into L⁻⁻3. So we get the value as L⁻⁻2. T⁻⁻2 into T⁻⁴, we get it T square. A⁻⁻2 A square cancel. Then we need to find the value of root mu 0 epsilon 0. So L⁻⁻2 T⁻⁻2 raised to half. So we get the value as L⁻⁻1 T⁻⁻1. So 1 by root mu 0 epsilon 0 is the needed one. So that is equal to 1 by L. So here T square. So L⁻⁻1 T1. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് മാറ്റുമ്പോൾ L⁻⁻1. So this is the hard method. The first one is the presence of mind ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റും. So we can move to the 2020 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The power in an electrical circuit for a current of so it is given that the current is given as is equal to 5 ± 0.4 ampere
and the voltage V is given as is equal to 10 plus or minus a 0.2 volt measured at a 10% error. So here the potential is measured, so that is given as is equal to the power is given as the percentage error in power, that is given as delta P by P, that is given as into 100%. So the first case is it is given as 10%. To measure the power at 5%, the current should be measured at an error of. അപ്പോൾ നമ്മുടെ പവർ 5% മാറണമെങ്കിൽ കറണ്ടിൻ്റെ പെർസെൻറ്റേജ് എറർ എന്തായിരിക്കും? നമുക്ക് at first we have to relate between that current, potential and power. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് പവറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ്സുകൾ നമുക്കറിയാം. ദാറ്റ് ഈസ് I²R, ദാറ്റ് ഈസ് ഈക്വൽ ടു V²/R ഓർ ഈക്വൽ ടു I ഇൻറ്റു ദാറ്റ് V. ഈ 3 റിലേഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിക്കുമ്പോൾ the better way is this one. So we can write the power is equal to that I into V. That means ഇതിൻ്റെ പെർസെൻറ്റേജ് എററിൻ്റെ നിയമം അത് എപ്പോഴും ഓർക്കണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് നമ്മുടെ ഒരു ഓപ്പറേഷൻ എങ്കിൽ എറർ കോമ്പിനേഷൻ വരുമ്പോൾ ഫ്രാക്ഷണൽ എറേഴ്സ് ആർ ആഡഡ് ടുഗദർ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പക്ഷെ അതേ സ്ഥാനത്ത് സബ്ട്രാക്ഷനും അഡിഷനുമാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള അബ്സലൂട്ട് എറേഴ്സ് ആർ ആഡഡ്. ഇതാണ് റൂളായിട്ട് നമ്മുടെ മനസ്സിലിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദ ഇൻഡിവിജ്വൽ ഫ്രാക്ഷണൽ എറേഴ്സ് ആർ ആഡഡ് ടുഗദർ. സോ ഡെൽറ്റ പി ബൈ പി എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ബൈ ഐ പ്ലസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% ആയിട്ട് എടുത്താൽ നമുക്ക് പെർസെൻറ്റേജ് എറർ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണേ. ദാറ്റ് ഈസ് പ്ലസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100%, and our aim is to find what is this value. So the delta I by I into 100% is equal to delta P by P, or the percentage error in P minus the percentage error in potential. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് പവറിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 5% ആണ്. ഡെൽറ്റ വി ബൈ വി അത് നമുക്കറിയില്ല. സോ വി ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഫോർ ദാറ്റ്. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100%. എന്താണ് ഡെൽറ്റ വി? അബ്സലൂട്ട് എറർ ഇൻ പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ഗിവൺ as what? 0.2. So 0.2 division by that 10 into 100%. So that is equal to, so 10 into 2, we get the value as 2%. So 5% minus 2%, and we get the value as 3%. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് ഇതാണ്. പവറിൻ്റെ റിലേഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്രാക്ഷണൽ എറേഴ്സ് ആഡ് ചെയ്തു. ആ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാം പറ്റും. സോ വി ഗെറ്റ് ദ ഫോർത്ത് ചോയ്സ് as the ആൻസർ. നമ്മുടെ 2020 തന്നെ ചോദിച്ച മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the angular diameter of a planet measured from the earth is 90 seconds. If the diameter of the planet is 5 into 10 to the power of 6 meter, then its distance from the earth is. So a very important ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഒരു പ്ലാനറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ പ്ലാനറ്റിൻ്റെ ആംഗുലർ ഡയമീറ്റർ ഇഫ് വി മെഷേർഡ് ഫ്രം ദ എർത്ത് സർഫസ്, ഇതാണ് എർത്ത് സർഫസ് എങ്കിൽ അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ
സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആംഗുലാർ ഡയമീറ്റർ. അപ്പോൾ ഈ ആംഗുലാർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ആസ് 90 സെക്കൻഡ്. Diameter of the planet, so that is we can represent capital D. അത് നമുക്ക് പൈ ഇൻറ്റു 10 to the power of 6 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the distance from the earth is, so we have to find what is this one. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സിമ്പിൾ കൺസെപ്റ്റ്, ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ആർ ആയിട്ട് നമുക്കെടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിൻ്റെ വാല്യൂ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു ദാറ്റ് ഡയമീറ്റർ ഡിവിഷൻ ബൈ ആംഗിൾ. പക്ഷെ ആംഗിൾ യൂസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആംഗിൾ ഈസ് ഇൻ ഡിഗ്രി. പക്ഷെ നമ്മൾ SI സിസ്റ്റത്തിലേക്ക് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയനിൽ അത് കൺവേർട്ടഡ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്കറിയാം സാധാരണ രൂപത്തിൽ 360 ഡിഗ്രിയാണ് നമ്മുടെ 2π റേഡിയനായിട്ട് നമ്മൾ പറയാം. അങ്ങനെ വരുമ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 ആയിട്ട് മാറുകയാണ്. അതിൻ്റെ വാല്യൂ ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നന്നാണ്. പല പ്രോബ്ലംസിലും നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റും. 1.74 ഇൻറ്റു 10 to the power of -2. ഇതാണ് 1 ഡിഗ്രിയെ നമുക്ക് റേഡിയനാക്കി കൺവേർട്ട് ചെയ്യാം. വി നോ ദ അനദർ കൺസെപ്റ്റ് ആസ് 1 ഡിഗ്രി ആസ് എ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ടേക്ക് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു, വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു ബി ദ ഡിഗ്രി വാല്യൂ ബൈ 60. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 2.91 ഇൻറ്റു 10 to the power of -4 റേഡിയൻ. അതേപോലെ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ക്യാൻ ഡിവൈഡ് ദിസ് വാല്യൂ ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ എസ് 4.85 ഇൻറ്റു 10 to the power of -6 റാൻ. അപ്പോൾ ഈ പറഞ്ഞ 3 ബോക്സിലുള്ളതും നിങ്ങളുടെ മനസ്സിലിരിക്കണം വൈൽ കൺവേർട്ടിങ് ദാറ്റ് ഡിഗ്രീസ് ഇൻറ്റു റേഡിയൻസ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ നമുക്കിവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5π ഇൻറ്റു 10 to the power of 6 ഡിവിഷൻ ബൈ ആംഗിൾ ആസ് 90 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറയുന്നത് വി നോ ആസ് 4.85 ഇൻറ്റു 10 to the power of -6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു if we just solve it, pi division by 90 into 4.85 into 10 to the power of 12, and we solve it, we get the value as exactly 7.19 into 10 to the power of 9. We can take as 7.2 into 10 to the power of 9 meter. So we get the second choice as the answer. So we can move to the question number 4. സോ 2019 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദ ഡയമെൻഷൻസ് ഫോർ പ്രഷർ ഈസ്. അപ്പോൾ നമുക്ക് ഏതൊരു പാരാമീറ്ററിൻ്റെ ഡയമെൻഷൻസ് ചോദിക്കുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അതിൻ്റെ ഒരു ഫിസിക്കൽ റിലേഷനാണ്. നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ബൈ ഡയമെൻഷൻ ഓഫ് ഏരിയ. So that is equal to mLT raised to -2, that division by area as L square. So ഒരെല്ലാം ക്യാൻസൽ ആയിട്ട് പോവുകയാണ്. So we get as mL raised to -1, T raised to -1, -2, mL raised to -1, T raised to -2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ we get the answer. So here you have to correct that as T. So we get B as the answer for the question. We can move to the question number 5. An accurate measurement implies. അപ്പം ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ശരിയായിട്ടുള്ള വാല്യൂ ഏതാണ് എന്നാണ് ചോദ്യം. The spread of the readings are broad around the mean value
The spread of the readings are narrow around the mean value. The mean value of the readings is always lower than the true value. The mean value of the reading is always higher than the true value. The closeness of the mean of the readings to the true value. അപ്പം ആക്യുറസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എറർ ലോ ആയിരിക്കണം. എറർ ലോ നമുക്ക് പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ദാറ്റ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ വാല്യൂ മൈനസ് ദാറ്റ് മെഷേർഡ് വാല്യൂ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ സേ the closeness of the mean of the readings to the true value എന്ന് പറയുന്നത് more accurate എന്ന് നമുക്ക് പറയാം. So ഈ ആണ് corresponding answer. We can move to the another question from 2019. The dimensions of mutual inductance. So ആദ്യം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫിസിക്കൽ റിലേഷനിലേക്ക് നമുക്ക് പോയാൽ we know the magnetic flux is proportional to the current flowing through it, and hence we can say that is equal to em into I. So em take the value as a flux B division by I. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി എ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ, ദാറ്റ് ഡിവിഷൻ ബൈ കറണ്ട് ആണ്. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ബി എന്നൊരു റിലേഷൻ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക എപ്പോഴും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബിക്ക് പകരമായിട്ട് നമുക്ക് എഫ് ബൈ ഐ എൽ എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ഏരിയ ബൈ ഐ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എ ഡിവിഷൻ ബൈ ഐ സ്ക്വയർ എൽ എന്നാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് dimension of em is equal to the dimension of f into area I square into L. So force into dimension നമുക്കറിയാം, അത് m L t raised to minus 2 into L square division by I square. That is a കറണ്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആംപിയർ സ്ക്വയർ ആണ് ഇൻറ്റു എൽ ആണ്. അപ്പോൾ നമുക്ക് ഒരെല്ല ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ആംപിയർ റൈസ് ടു മൈനസ് 2. സോ ബി എസ് ദി ആൻസർ. സോ അതിൻ്റെ ഫിസിക്കൽ റിലേഷൻ വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. 2018 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. So in total the 7th question. The length is measured using vernier system whose main scale is 30 centimeter long in total with 600 divisions, and is also given if 19 divisions of the main scale, the 19 divisions of the main scale is coincides with the 20 divisions of the vernier scale. So 20 divisions of the vernier scale. Find the least count. So that is a very important concept. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ വെർണിയർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വി ക്യാൻ സേ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർണിയർ സ്കെയിൽ ഡിവിഷൻസ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷനിൽ പറഞ്ഞിരിക്കുന്നത് 30 സെൻറ്റിമീറ്ററിലെ 600 ഡിവിഷൻ എന്നല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ 1 MSD അല്ലേ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പോൾ 600 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ഒരുമിച്ച് ചേരുന്നതാണ് 30 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അത് 30 ഡിവിഷൻ ബൈ 600 അല്ലേ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ 1/20 സെൻറ്റിമീറ്റർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 സെൻറ്റിമീറ്റർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻറ്റിമീറ്ററിനെ കൂടെ മാറ്റുകയാണെങ്കിൽ നമുക്ക് 5 × 10⁻⁻⁴ മീറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അതേ നമുക്ക് 1 MSDയുടെ വാല്യൂ ആയി. ഇനി അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് 19 MSD ഈസ് ഈക്വൽ ടു 20 VSD. അപ്പോൾ നമുക്ക് ഒരു VSDയുടെ റിലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 19/20 MSD. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്.
അപ്പോൾ അത് രണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 5 ഇൻറ്റു സോ 1 MSD എന്ന് പറയുന്നത് സി ഹിയർ 1 MSD minus 1 VSD, that is 19/20 MSD. That is equal to 20 minus 1. So that is equal to 20 minus 19. That is 1/20 MSD. So here that is 1 MSD, we know that is 5 into 10 to the power of minus 4 meter. That is equal to 1/4 into 10 to the power of minus 4 meter. That is equal to, നമുക്ക് കൃത്യതയോടെ പറയാം, 0.25 into 10 to the power of minus 4. So that is equal to 0.025 millimeter എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So we get the answer as the T choice. അപ്പം ഇത് ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ വെർനിയർ കാലിപ്പേഴ്സിലും അതോടൊപ്പം സ്ക്രൂ ഗേജിലുമുള്ള റിലേഷൻസ് അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്. 2018 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫീൽഡ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. അപ്പോൾ നമ്മൾ ബിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഒന്ന് മെമ്മറിയിൽ വെക്കാൻ പറഞ്ഞിരുന്ന ഒരു റിലേഷനാണ് F=ILB എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ ബിയുടെ അത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് F ഡിവിഷൻ ബൈ IL. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M×L T⁻⁻² ആയിട്ട് നമുക്ക് എഴുതാം. അവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ M×A ആണ്. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് വരുമ്പോൾ നമുക്കറിയാം F=K×X എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ കെയുടെ വാല്യൂ എന്താണ്? ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ F/X എന്ന് നമുക്ക് പറയാം. അതേപടി സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പോൾ ആ പാരാമീറ്റർ ഇവിടെ ഉണ്ടല്ലോ, F/L. സോ ദാറ്റ് ഈസ് ദ സർഫസ് ടെൻഷൻ അല്ലേ? ദാറ്റ് ഡിവിഷൻ ബൈ I എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുക? അത് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് അല്ലേ? സോ ഉറപ്പിച്ചു D as the answer for the question. സോ സിമ്പിളായിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. So we can move with the another question from 2018. Einstein was awarded the Nobel Prize for his work on is nothing but equal to that photoelectric effect. So that is A as the answer for the question. We can move to the question number 2018 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്കുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു റിലേഷൻ, ഒരു ഫിസിക്കൽ റിലേഷൻ നമുക്ക് വേണ്ടി വരും. സോ ദ ബെറ്റർ വൺ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അവർ കൂളംസ് ലോ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. സോ ഫ്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 F into Q² ഡിവിഷൻ ബൈ R². സോ ഡയമെൻഷൻ ഓഫ് ε0 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് Q². അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ആംപിയർ ഇൻറ്റു T ആയിട്ട് നമുക്ക് എഴുതാം. ദ ഡിവിഷൻ ബൈ ഫോഴ്സ് എന്ന് പറയുന്നത് mLT⁻², that much into L². So that is equal to, സിമ്പിളായിട്ട് M നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. ദെൻ ലെങ്ത് ആണ് L³ അത് മുകളിലോട്ട് വരുമ്പോൾ -3 ടൈം T⁻² മുകളിലോട്ട് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. സോ T⁻⁴. then ampere already there, so ampere square. So that is the dimension. M⁻⁻1 L³ T⁻⁴ ampere square. Yes, so we can take E as the answer for the question number 10. 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. A person observes that the full length of a train subtends an angle of 15 degrees. If the distance between the train and the person is 3 kilometers, the length of the train calculated using the parallax method in meters. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ട്രെയിൻ എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുകയാണെന്നിരിക്കട്ടെ. അത് ഒരു പേഴ്സൻ്റെ കണ്ണുകളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി. അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് ആയിട്ട് നമ്മൾ എടുത്താൽ x is equal to that separation into that theta ആയിട്ട് വരാം. സോ വി നോ ദ ഇക്വേഷൻ ഫോർ R. എന്താണ് ഇവിടെ R ആയിട്ട് നമുക്ക് തന്നിരിക്കുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു
3 kilometer. That is into angle എന്താണ് 15 degree ആണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് SI സിസ്റ്റമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണം. സോ 1 degree we know the concept is equal to ഒന്നുകിൽ പൈ ബൈ 180 ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1.75 into 10 to the power of -2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് but here the answers are in pi also, so the better option is pi by 180. So നമുക്ക് സോൾവ് ചെയ്താൽ so 3 into 15 45, that division by 180 into pi into 10 cube, so 45, so 1 by 4, that is equal to 0.25 into 10 cube pi, so that is equal to 250 pi. So we get C as the answer for. We can move to the next one as 2017 തന്നെ മറ്റൊരു question. In a measurement, a random error can be decreased by increasing the number of readings and averaging them, can be decreased by changing the person who takes the reading, by using new instrument, by using different method taking the reading, cannot be decreased. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രൂ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യെസ് അവിടെ ഉള്ള നമ്പർ ഓഫ് റീഡിങ്സ് എത്രയാണ് ഒബ്സർവേഷൻസ് അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, ഈ 4 റീഡിങ്സിന് പകരം 10 റീഡിങ്സോ അല്ലെങ്കിൽ 100 റീഡിങ്സോ ഉള്ളതെങ്കിൽ ഒരു മെഷർമെൻറ്റിലുള്ള എറർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് അതർ വാല്യൂസ് and hence we can reduce it because of the distribution of errors. So the correct option is A. So we can move to the next one, number 13. In order to measure the period of a simple pendulum using a stop clock, a student repeated the experiment for 10 times and noted down the time period for each experiment as so much. The correct way of expressing the result for the period is here I think that values are given only 9 in values, so just to take the average for them, see that is equal to 5.1 plus അപ്പോൾ നമ്മുടെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സിമ്പിളാണ്, ദാറ്റ് ഈസ് എ ഡിവിഷൻ ബൈ 9. So here exactly we get the 45 by 9, so that is equal to 5. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എറർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ ഒബ്സർവേഷൻസിനും ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് അവിടെയുണ്ട് ലീസ്റ്റ് കൗണ്ടായിട്ട്. സോ ആൻസറിൽ അത് നിർബന്ധപൂർവ്വം നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. സോ വി ഗെറ്റ് ദ ആൻസർ as B as the answer. So we can move to the 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്. When the voltage and the current in a conductor are measured as 100 plus or minus 4 and 5 plus or minus 0.2, the percentage error in calculation of resistance is. So നമുക്ക് V is equal to I into R. നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നത്. നിയമപ്രകാരം നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100% എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രാക്ഷണൽ എറേഴ്സ് ആഡ് ചെയ്യണമെന്നാണ് നമുക്ക് നിയമം. സോ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100% ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്? സോ ദാറ്റ് ഈസ് എ 4/100 ഇൻറ്റു 100%. എന്താണ് ഡെൽറ്റ ഐ? ഇവിടെ നമുക്ക് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് 0.2 ആണ് ബൈ 5 ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ക്യാൻസൽ ആണ്. സോ 4% പ്ലസ് സോ 5 നമുക്ക് വി ക്യാൻ ജസ്റ്റ് ആസ് 20. സോ പോയിന്റ് പോയി. സോ വീണ്ടും 4%. So 4 plus 4%, we get the answer as 8%. So A as the answer. 2016 തന്നെ another question ആണ്, number 15. നമ്മുടെ ഡയമെൻഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
The set of physical quantities among the following which are dimensionally different ആയിട്ടുള്ളത് ഏതാണ്? ടെർമിനൽ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റി. സോ ഈ മൂന്നെണ്ണത്തിൻ്റെയും നമുക്ക് ഡയമെൻഷൻ അറിയാം, L(T)⁻⁻1. സോ ദിസ് ഈസ് നോട്ട് വൺ. പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡൺ, കൈനറ്റിക് എനർജി. സോ യു നോ mL²T⁻², ആണ് അല്ലേ? ഗുഡ്. പ്രഷർ, സ്ട്രെസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ എന്നൊരു ആസ്പെക്റ്റാണ് വരുന്നത്. സോ mL(1), T⁻², മൂന്നിനും ഒരേപോലെയാണ്. ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാഫ് ലൈഫുമായിട്ടുള്ള റിലേഷൻ എടുക്കുമ്പോൾ അവിടെ T⁻⁻1. ഗുഡ്. അത് തന്നെയാണ് ഫ്രീക്വൻസിക്കും ആംഗുലർ വെലോസിറ്റി. സോ വി ക്യാൻ ടേക്ക് ഇ ആസ് ദി ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കേരള എഞ്ചിനീയറിങ്ങിന് ഒരു ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയോടെ മാക്സിമം MCQs ചെയ്യുകയും കൺസെപ്റ്റ്സുകൾ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസിയോടെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു ഡു മാക്സിമം MCQs. ടേക്ക് കെയർ. God bless you.